നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിത്തരുന്നതിന് സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഡോക്ടർ ജോ ഡിസ്പെൻസ അദ്ദേഹത്തിന്റെ ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ട്യൂണിംഗ് ഇൻ ടു ന്യൂ പൊട്ടൻഷ്യൽസ് ഇൻ ദ ക്വാണ്ടം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ രണ്ട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ഇന്റൻഷൻസ് വഴി നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ സ്വാധീനിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ ജീവിതത്തിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് അദ്ദേഹം പ്രായോഗികമായി പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ട്യൂണിംഗ് ഇൻ ടു ന്യൂ പൊട്ടൻഷ്യൽസ് ഇൻ ദ ക്വാണ്ടം എന്ന ചാപ്റ്ററിലെ ആ ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം, ഒരു ഫ്രഞ്ച് റിസർച്ചർ ആയിട്ടുള്ള റെനെ പിയോച്ച് എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതില് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് റാൻഡം ഇവന്റ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. ഈ ഒരു റോബോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റാൻഡം ആയിട്ടുള്ള നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഓരോരോ ഡയറക്ഷനിലേക്ക് നടക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു റോബോട്ടിനെ മുറിയിലേക്ക് കടത്തിവിട്ടപ്പോ ഇത് റാൻഡായിട്ട് ഒരേപോലെ എല്ലാ ഭാഗവും കവർ ചെയ്തു. രണ്ടാമത് അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞാവുന്ന ആ ഒരു മൊമെന്റില് അതിന്റെ അമ്മക്കോഴിയെ കാണുകയാണെങ്കിൽ ആ അമ്മക്കോഴി എവിടേക്കൊക്കെ നടക്കുന്നുണ്ടോ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇവ ചലിച്ചുകൊണ്ടിരിക്കും. ഈ അമ്മക്കോഴിയെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മനുഷ്യനാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ മനുഷ്യന്റെ പിറകെയും ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു റിസർച്ചർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മക്കോഴിയെ മാറ്റി നിർത്തിയിട്ട് അതിന് പകരം ഈ ഒരു റാൻഡം ഇവന്റ് ജനറേറ്റർ ഈ റോബോട്ടിനെ അവിടേക്ക് കടത്തി വിട്ടു, ആ ഒരു മുറിയിലേക്ക്. അപ്പോ ഈ കോഴിക്കുഞ്ഞുങ്ങള് ഈ ഒരു റാൻഡം ഇവന്റ് ജനറേറ്ററിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു മുറിയിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു റാൻഡം ഇവന്റ് ജനറേറ്റർ മൂവ് ചെയ്തു. അതാണ് രണ്ടാമത് ചെയ്ത ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത് ഇയാൾ ചെയ്ത ഒരു പരീക്ഷണമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അതിൽ അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ മുറിയുടെ ഒരു ഭാഗത്തേക്ക്, മുറിയുടെ വലതു ഭാഗത്തേക്ക് ആ ഒരു ചെറിയൊരു കോഴിക്കൂട്ടിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇട്ടു. എന്നിട്ട് ഈ ഒരു റോബോട്ടിനെ നടത്താനായിട്ട് അനുവദിച്ചു. ഈ റാൻഡം ഇവന്റ് ജനറേറ്റർ, ഈ റോബോട്ട് മുഴുവനായിട്ടും നടന്നത് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു കൂടിയിരിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു റോബോട്ട് നടന്നത്. അപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു റോബോട്ടിനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ മനുഷ്യരായ നമുക്ക് എത്ര കാര്യങ്ങൾ ഇന്റൻഷൻസ് ഉപയോഗിച്ച് സ്വാധീനിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെ ആ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം അതെന്താണെന്ന് നോക്കാം. അപ്പൊ ജോ ഡിസ്പെൻസയുടെ ഈ മൂത്ത മകന്റെ പേര് ജെയ്സ് എന്നാണ്. ജെയ്സ് ഒരു 7 മാസത്തേക്ക് ഒരു വെക്കേഷൻ ആയിട്ട് ഇറങ്ങി. വെക്കേഷൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇവന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് സർഫിങ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വലിയ വലിയ കടലിലെ തിരമാലകളിലും ഇതൊക്കെ ഒരു സർഫ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ചാടി നടക്കുന്ന ഹോബി എന്ന് പറയുന്നത് അതായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോ ജെയ്സ് ഇദ്ദേഹത്തിന്റെ അച്ഛനെ, ഈ ഡോക്ടർ ജോ ഡിസ്പെൻസയെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചെയ്യേ, നീ ഒരു പേപ്പർ എടുക്ക്. ആ ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യുക. ആ പേപ്പറിൽ ജെ എന്ന ഒരു ആൽഫബറ്റിക് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, ജെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ജെക്ക് ചുറ്റും സ്ക്യൂഗിളിയായിട്ട്, അതായത് ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അതിന് ചുറ്റും ഒരു വര വരയ്ക്കുക. അങ്ങനത്തെ 2 വരകൾ വരയ്ക്കുക. എന്നിട്ട് അതിന് താഴെ ഇന്റൻഷൻസ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ എഴുതി വെക്കുക. അതിന് താഴെ എന്താണ് നിന്റെ ആഗ്രഹം, നിനക്ക് ജോലി, എങ്ങനെയുള്ള ജോലിയാണ് ആഗ്രഹം? അപ്പോൾ പറഞ്ഞ വെച്ചാൽ എനിക്ക് കുറേയും കൂടിയും ഒരു നല്ല എൻവയോൺമെൻ്റ് ഉള്ള, കുറേയും കൂടിയും മുമ്പത്തെ അത്രയും ഏകദേശം ശമ്പളമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ശമ്പളമുള്ള നല്ലൊരു ജോലിയായിരിക്കണം. അപ്പോൾ അതാണ് അവൻ്റെ ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ ഈ ജെ എന്ന് പറഞ്ഞ ഈ സ്ക്യൂഗ്ലി ലെറ്റേഴ്സ് അതിന് എഴുതിയിട്ടുള്ളതിന് താഴെ ഇൻറ്റൻഷൻസ് എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഈ ഒരു കാര്യം എഴുതി. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വതന്ത്രമായിട്ട് ഈ ലോകത്ത് മുഴുവനായിട്ട് കറങ്ങാൻ പറ്റുന്ന തരത്തിൽ, അതായത് ആ ജോലി എവിടെ നിന്ന് എവിടെ ഇരുന്നിട്ടായാലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലിയായിരിക്കണം. അതായിരുന്നു അവൻ്റെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, അവൻ്റെ രണ്ടാമത്തെ ഇൻറ്റൻഷൻ. അവൻ്റെ മൂന്നാമത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ജോലി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മേലാധികാരി എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ആളുകളെ, കുറച്ച് ടീം മെമ്പേഴ്സിനെ ലീഡ് ചെയ്യാനും സാധിക്കണം. അപ്പോൾ അതായിരുന്നു അവൻ്റെ മൂന്നാമത്തെ ഒരു ഇൻറ്റൻഷൻ. ഇനി ജോ ഡിസ്പെൻസ പറഞ്ഞു, ഓക്കെ, ഇപ്പം നീ നിൻ്റെ ഇൻറ്റൻഷൻസ് എഴുതി, നിനക്ക് ആഗ്രഹമുള്ള പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻസ് എഴുതി. ഇനി ഈ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിന് സഹായിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിനക്ക് ഈ ഒരു ജോലി നേടുമ്പോൾ നിനക്ക് കിട്ടുന്ന ആ ഒരു ഹൈലി എലിവേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് എന്താണ്? ഈ ഇൻറ്റൻഷൻസിന് കുറച്ച് അരികെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഹൈ എലിവേറ്റഡ് ഇമോഷൻസ് എന്ന് എഴുതുക. എന്നിട്ട് അതിന് താഴെ നിനക്ക് ഈ ഒരു ജോലി കിട്ടുമ്പോൾ നിനക്കുണ്ടാവുന്ന ആ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ലവ് ഫോർ ലൈഫ്, ജീവിതത്തോടുള്ളൊരു സ്നേഹം തോന്നും.
ഒരു ഫ്രീ തോന്നും, ഒരു സ്വാതന്ത്ര്യം തോന്നും, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന വികാരങ്ങൾ. ജോ ഡിസ്പെൻസ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് എഴുതരുത്, പക്ഷേ എനിക്ക് ഇത്രത്തോളം സാലറി ഉള്ള ഒരു ജോലിയാണ് കിട്ടുക എന്ന് എഴുതാം. ഇത് കഴിഞ്ഞിട്ട് ജോ ഡിസ്പെൻസ മകനോട് പറഞ്ഞു, ഈ ലെറ്റർ ജെ എന്ന് കാണുമ്പോഴൊക്കെ ഈ ഒരു കാര്യം ഇതെല്ലാം ഓർമ്മയിലേക്ക് വരണം. അതായത് ഈ ഒരു ഇൻറ്റൻഷൻ നമുക്ക് അപ്പം തന്നെ ട്രിഗർ ചെയ്യാൻ സാധിക്കണം. അതുവഴി എനിക്ക് കിട്ടുന്നത് ഹൈ എലിവേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, ജീവിതത്തോട് വളരെയധികം സ്നേഹം തോന്നുന്നു, എനിക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു, അത്തരത്തിലുള്ള ഇമോഷൻസ്. ഈ ഒരു ലെറ്റർ ജെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും, ശരീരത്തിന് ചുറ്റുമായിട്ട് ഈ ഒരു യൂണിഫൈഡ് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടം ഫീൽഡിലേക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നൽ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പോലെ ഈ ഒരു ജെ എന്ന് പറയുന്ന ലെറ്റർ നമ്മുടെ മൈൻഡ്സ് ആയി, നമ്മുടെ മനക്കണ്ണിൽ കണ്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു എനർജി, ആ ഒരു സിഗ്നല് നമുക്ക് ചുറ്റുള്ള ആ ഒരു ക്വാണ്ടം ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ശൂന്യമായിട്ടുള്ള ആ ഒരു സ്പേസിലേക്ക് നമ്മൾ പ്രക്ഷേപണം ചെയ്യാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽഡിന്, ആ ഒരു വൈബ്രേഷന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് സമാനമായിട്ടുള്ള എന്ത് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്ത് അവസരമാണുള്ളത് അതിന് മാച്ച് ചെയ്യുന്നത്, ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു അവസരം അദ്ദേഹത്തിലേക്ക് വരും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തേടി വരും എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് കൂടെ അദ്ദേഹം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് ഇത് അവസാനിച്ചില്ല. ജേസിനോട് പിന്നെ ജോ ഡിസ്പെൻസ പറഞ്ഞു കൊടുത്തു, ഓക്കെ, അപ്പോൾ നീ ഇങ്ങനത്തെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രക്ഷേപണം ചെയ്യുന്നതായിട്ടാണ് നീ ഇമാജിൻ ചെയ്യുന്നത് ഈ ഒരു യൂണിഫൈഡ് ഫീൽഡിലേക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇനി ആ ഒരു ജോലിയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ആഗ്രഹമുള്ള അത്രയും നല്ല ഹൈ വർത്തായിട്ടുള്ള ഒരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ എത്രത്തോളം സാലറി ഞാൻ സേവ് ചെയ്യും, അതിൻ്റെ ഭാഗമായി എനിക്കൊരു വീട് മേടിക്കാൻ സാധിക്കും, ഒരു കാറ് മേടിക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു പുതിയ പോസിബിലിറ്റിയിലേക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മാപ്പ് ചെയ്യുന്നത്, എൻ്റെ ബ്രെയിനിലേക്ക് ഞാൻ മാപ്പ് ചെയ്യുന്നത് ആ ഒരു പുതിയ പോസിബിലിറ്റിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ജോ ഡിസ്പെൻസ ഇങ്ങനെ ഈ മകന് ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മെഡിറ്റേഷനിൽ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ മകൻ പറഞ്ഞു, ഓക്കെ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാം. അതായത് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്വീറ്റ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ആ ഒരു ഫ്യൂച്ചറിൽ നടക്കാവുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഒരു യൂണിഫൈഡ് ഫീൽഡിലേക്ക് കടത്തിവിടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പോസിബിലിറ്റി, അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ജീവിതത്തിലേക്ക് വരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെ രസകരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടൂർ കഴിഞ്ഞ് മകൻ തിരിച്ചെത്തി. ലോസ് ആഞ്ചൽസിലത്തെ എയർപോർട്ടിൽ എത്തിയപ്പോൾ അച്ഛന് ടെക്സ്റ്റ് ചെയ്തു, അച്ഛൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പറഞ്ഞു, ഒക്കെ നന്നായി പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അദ്ദേഹത്തിലെ അച്ഛനെ ഇങ്ങനെ മകനെ കാശ് കൊടുത്ത് സഹായിക്കണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ടീച്ചർ എന്നുള്ള ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് പറഞ്ഞു, ഓക്കെ, അപ്പോൾ നീ എന്തായാലും നല്ലൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, എന്തായാലും നിനക്കിനി ഈ പറയുന്ന ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള നല്ലൊരു അവസരമാണിത്. അപ്പോൾ അത് എങ്ങനെ പോകുന്നു എന്നുള്ളത് തന്നെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. അച്ഛനായിട്ടുള്ള ഈ ജോ ഡിസ്പെൻസയ്ക്ക് അറിയാം മകന് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ മകൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. വളരെ യാദൃശ്ചികമായിട്ട് ഈ സർഫിൻ്റെ ഒരു ഷോപ്പിലേക്ക് കയറി. അപ്പോൾ ആ ഷോപ്പിൽ കയറിയപ്പോൾ സർഫ് ബോർഡിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സർഫ് ബോർഡ് ഫിൻസ്, അതായത് ഒരു ഓപ്പറേറ്റർ, ഒരു കൺട്രോളർ പോലത്തെ സംഭവം, അതിൻ്റെ സ്പീഡ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് സർഫ് ബോർഡ് ഫിൻ. അത് ഡിസൈൻ ചെയ്യുന്ന ഒരു ഒരു വലിയൊരാൾ, അതിൻ്റെ ഒരു വലിയൊരു ഡിസൈനറെ കണ്ടു. ഈ ഡിസൈനർ യാദൃശ്ചികമായിട്ട് ഈ മകനോട്, ഈ ജേസിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ജേസിൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് അയാൾ മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ഡിസൈനർ, ഈ ഒരു സർഫ് ബോർഡ് ഫിൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, നല്ലൊരു സാലറിയും തരും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മകന് ഈ ഒരു അവസരം കിട്ടി. അതായത് അദ്ദേഹത്തിന് അയാളായിട്ട് വർക്ക് ചെയ്യാൻ, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ആ കമ്പനിയിൽ ഒരു ലീഡായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം എവിടെ ഇരുന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, എവിടെ പോയിട്ട് വേണമെങ്കിൽ സർഫിങ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് അത് സഹായിച്ചു. ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് റെസ്യൂം അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് അത്രയ്ക്കും നല്ല ഇൻറ്റൻഷൻസ്, നല്ല ഉയർന്ന ഉദ്ദേശവും അതിനെ താങ്ങി പിടിക്കുന്ന രീതിയിലുള്ള
ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ഇമോഷൻസും കൂടി കൊണ്ടുവന്നിട്ട് അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ട്യൂൺ ചെയ്യാൻ അയാൾക്ക് സാധിച്ചു. അങ്ങനെ ആ ഒരു പുതിയൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് അയാൾക്ക് ട്യൂൺ ചെയ്യാൻ സാധിച്ചപ്പോൾ അത് കണ്ടിന്യൂസ് ആയി അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുള്ള നല്ല ഇൻറ്റൻഷനോടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ആ ഒരു ഹൈ എലിവേറ്റഡ് ഇമോഷൻസോട് കൂടിയിട്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഇതുപോലെ കുറേയധികം ആളുകൾക്ക് ഉപകരിക്കുന്ന നല്ല വീഡിയോസ് ചെയ്യാൻ ഇനിയും എനിക്ക് സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.